അങ്ങനെ നമ്മൾ ആ പറഞ്ഞ 3 റൂൾസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, പ്രാക്ടിക്കൽ വശം ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 3 സിമ്പിൾ റൂൾസ്. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പറ്റിയത് എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ. ഇതൊരു ഫേക്കായിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് എൻ്റെ ലൈഫ് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. The 3 rules to follow in a day. So that is, the rule 1 is we will avoid social media for 30 minutes. So I am setting up a timer. This is top facts actually, and put away my phone and from social media. So my goal is to push more than 30 minutes, avoid my phone and the social media. ഇത് വിചാരിച്ച പോലെയല്ല, കുറച്ച് ടഫായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ പതുക്കെ എനിക്ക് അത് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിച്ചു. റൂൾ 1 ഞാൻ ഏകദേശം ഇന്നത്തെ ദിവസം ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 33 മിനിറ്റ് ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല. പ്ലസ് ഞാനിന്ന് പത്രം വായിച്ചു. പത്രം വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. രാവിലത്തെ ന്യൂസ് കട്ടിങ് കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നൊരു ഫോട്ടോ ആണിത്. ഇദ്ദേഹമാണ് ഡോക്ടർ അനിൽ മേനോൻ, ബഹിരാകാശ സഞ്ചാരിയായ ആദ്യത്തെ മലയാളി വംശജൻ. ഇദ്ദേഹത്തിനെ കുറിച്ച് അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരേ സമയം ഒരു ഡോക്ടറും അതേസമയം തന്നെ ഒരു എഞ്ചിനീയറുമാണ്. ഇദ്ദേഹം ഇത് രണ്ടും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് എടുത്തതും ഒരേ ടൈമിലാണ്. എന്തല്ലേ, നമുക്ക് തന്നെ ഒരു കാര്യം പോലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിട്ട് തോന്നി. പിന്നെ ഇദ്ദേഹം ഒരു പാലക്കാടുകാരനാണ്. അതായത് പാലക്കാടുകാരനല്ല, ഇദ്ദേഹം അമേരിക്കയിലാണ് ജനിച്ചു വളർന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനൊരു മലയാളി, അമ്മ ഒരു ഉക്രൈൻകാരിയുമാണ്. ഇദ്ദേഹം നിലവിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മലയാളീസിന് തീർച്ചയായും അഭിമാനിക്കേണ്ട നിമിഷം തന്നെയാണ് ഇത്. പിന്നെ ചേറ്റൂർ ശങ്കരൻ നായർ, ഇദ്ദേഹത്തിൻ്റെ ചെറുമകനാണ് നമ്മുടെ ഡോക്ടർ അനിൽ. ഹായ്, ഐ ആം ബാക്ക്. ഡേ 1ൻ്റെ റൂൾ 2 ആണ്. ഇതിനകത്ത് നമ്മളെ ബോഡി മൂവ്മെൻ്റാണ് ഉദ്ദേശിച്ചത്, അരമണിക്കൂർ ഫിസിക്കൽ മൂവ്മെൻറ്റ്. സോ ഡേ 1 ഞാൻ വാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാക്കിനകത്ത് ഏകദേശം ഞാൻ ഹാഫ് ആൻ അവർ, ഏകദേശം 2.62 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേ 1 സിമ്പിളായിരുന്നു, ഓക്കെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റിയാൽ ഓക്കെ. അല്ല, അങ്ങനെ ഇന്നത്തെ 3rd റൂള് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 10:30 എനിക്കറിയില്ല ഇത്രത്തോളം സക്സസ് ആവുമെന്ന്. അത് നമ്മുടെ ഗോളിലേക്ക് വേണ്ടി 1 അവർ മാറ്റിയിരിക്കുന്നു. ആക്ച്വലി ഞാൻ ടൈമർ വയ്ക്കാൻ വേണ്ടി മറന്നുപോയി. ടൈമർ വയ്ക്കാൻ പോകുന്നു. ആക്ച്വലി കുറേ നാൾക്ക് ശേഷം തുടങ്ങിയത് കൊണ്ട് തന്നെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരു പിടിയില്ല. ഫുള്ള് കൺഫ്യൂസ്ഡാണ്. അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബട്ട് 1 അവർ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ, ഇന്ന് തൊട്ട് ഓരോ ദിവസവും. അപ്പോൾ പതുക്കെ ഓൾറെഡി റെഡിയായി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറ്റെടുത്ത് അപ്പോൾ ഇന്ന് റൂൾ നമ്പർ 3 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. റൂൾ 1, റൂൾ 2, റൂൾ 3 ഇത് 3 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു സക്സസ്ഫുൾ ഡേ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ വരും ദിവസങ്ങളിലും ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. പാടാണ് നമുക്ക് റീബിൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ സിമ്പിൾ സ്റ്റെപ്പിലൂടെ ഇത് നമുക്ക് പറ്റുമോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്.